ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം നമ്മൾ. ഇതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ വർക്കേഴ്സ് എല്ലാ വീട്ടിലും നടന്ന് പറയുന്നത് പോലെ അത് മാത്രം പോരാ. നമ്മൾ ഓരോരുത്തരും ഇതിൽ പ്രാവീണ്യമുള്ളവർ ഇതിനു വേണ്ടി ക്യാമ്പയിനിങ് നടത്തണം. എങ്ങനെ ഡെലിവറി ആവുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങളൊക്കെ അവരെ ഇംപ്രസ് ചെയ്ത് അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം നമുക്ക്. ഈ April 7th ഹെൽത്ത് ഡേൻ്റെ അന്ന് ഇതേപോലെ മാം പറഞ്ഞ പോലെ ഒരു അവെയർനെസ് കൊടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി മാൻഡേറ്ററി ആക്കണം, അതിന് ആളുകളെ അവെയർ ആക്കണം എന്ന് വേണ്ടിയിട്ട്. അതിൻ്റെ തലേ ദിവസമാണ് മലപ്പുറത്ത് ഈ വീട്ടിൽ ഡെലിവറി നടന്നിട്ട് അമ്മ മരിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള ചികിത്സകളും പല തരത്തിലുള്ള ആളുകളുടെ മിസ്ഇൻഫോർമേഷൻ കിട്ടിയിട്ട് ആളുകൾ വീട്ടിലിരുന്നിട്ട് പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക? നമ്മുടെ ഡേ ടു ഡേ നമ്മൾ സംസാരത്തിലാണോ, അല്ലെങ്കിൽ സ്ത്രീകളെ വിളിച്ച് മാത്രം സംസാരിച്ചാൽ ശരിയാവില്ലല്ലോ? അവരുടെ ഫാമിലി, ഒരു ഹസ്ബൻഡ്, അതുപോലെ തന്നെ പേരൻസ്, അങ്ങനെ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എങ്ങനെ നമുക്ക് സാധിക്കും? ഇപ്പോൾ ആശാ വർക്കേഴ്സൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരൊക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അവരെ പോലെയുള്ള ആൾക്കാരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കറിയാം. സ്റ്റിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഈ ഹെൽത്ത് സെൻറ്ററിൽ തന്നെ നമുക്ക് ഒരു ഇതൊക്കെ വയ്ക്കാവുന്നതാണ്. ഒരു യോഗം പോലെ കുറച്ച് ആൾക്കാരെ വരുത്തി ആ സെൻറ്ററിലുള്ള ആ ഭാഗത്തുള്ള ആൾക്കാരെ കുറച്ച് അറ്റൻഡ് ചെയ്യുന്ന ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമുക്ക് ഒരു മീറ്റിംഗ് പോലെ വെച്ചിട്ട് ഇതിനെപ്പറ്റി പ്രസംഗിക്കാവുന്നതാണ്. ഈവൻ ആ ഡോക്ടേഴ്സിന് കുറച്ച് സമയം എടുത്തിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റും. ഡോക്ടേഴ്സിനായാലും അവിടെ നേഴ്സസ് അവരൊക്കെ അവെയറാണ്, അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം അറിയാവുന്നവരാണ്. അവിടെയുള്ള ആൾക്കാരായതുകൊണ്ട്, അവരോട് കൂടുതൽ അടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവാകും. അതൊക്കെ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഇനി ഓരോ ഗവൺമെൻറ് പോളിസി വേണമെന്ന് പറയുന്നത് നമ്മൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസ് മാത്രമല്ല, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഒരിക്കലും നമ്മളൊരു തീരുമാനം എടുക്കരുത്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഹെൽത്ത്, അല്ലേ? തീർച്ചയായിട്ടും.